ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അപ്പത്തിൻ്റെ വീഡിയോ ഒന്നുമല്ല, ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് സ്റ്റിച്ചാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റിച്ചാക്കി കൊടുക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ച്. ഇതൊരു കുഞ്ഞി ഫ്രോക്ക്, ഒരു 3 or 4 months ചെറിയൊരു ബേബിൻ്റെ ഫ്രോക്കാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത്. സ്റ്റിച്ചാക്കാൻ വേണ്ടിയതാ. ഇതാണ് കേട്ടോ ഫ്രോക്ക്, കുഞ്ഞി ഫ്രോക്ക്. ഈ ഫ്രോക്കിനെ അതേപോലെ ഞാൻ സ്റ്റിച്ചാക്കുന്നതാണ്. സ്റ്റിച്ചാക്കുന്ന മീൻസ് ഇത് ചെറിയൊരു പീസ് തുണി അവിടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നെറ്റ് എല്ലാം വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ, യൂട്യൂബ് നോക്കിയിട്ടാണ് സ്റ്റിച്ചാക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അളവെടുത്തിട്ട് സ്റ്റിച്ചാക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അളവെടുത്തിട്ട് സ്റ്റിച്ചാക്കാൻ അറിയുന്ന ആളല്ലേ അതുപോലെ സ്റ്റിച്ചാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടൊന്നുമില്ല, യൂട്യൂബ് നോക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ചാക്കലാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ട് തരാമെന്ന് വെച്ചപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ചാക്കിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ 250-300 ഒരു കുഞ്ഞി ഫ്രോക്കിന് കിട്ടും സ്റ്റിച്ചാക്കിയിട്ട് കൊടുത്തെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് കട്ട് പീസ് അങ്ങനെയെല്ലാം ഉണ്ടായിട്ട് സ്റ്റിച്ചാക്കിയിട്ട് ഷോപ്പിലേക്ക് കൊടുക്കുന്നില്ലാകും. നിങ്ങൾക്ക് വീട്ടിലേക്കെല്ലാം കുറേ ചെറിയ പീസെല്ലാം ബാക്കിയുണ്ടെങ്കിൽ സ്റ്റിച്ചാക്കിയിട്ട് വെച്ചെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കുഞ്ഞി ഫ്രോക്കിൻ്റെ വീഡിയോ കാണാൻ. പിന്നെ പെൺകുട്ടികളെ ഫ്രോക്കെല്ലാം കാണാൻ തന്നെ പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ ഇത് നെറ്റെല്ലാം വെച്ചിട്ട് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാവരും ഒരു ബർത്ത്ഡേക്കായെങ്കിൽ ഒരു പരിപാടിക്കായെങ്കിൽ എല്ലാവർക്കും മാച്ചാക്കിയിട്ടിടുന്നുണ്ടെങ്കിൽ അതുപോലെയല്ല എല്ലാവരും ചെയ്യൽ. ഉമ്മാക്കിടുന്ന പോലെ ഇങ്ങനെ കുട്ടികൾക്ക് വേണമെന്ന് വെച്ചെങ്കിൽ അതുപോലെ ചെറിയ പീസെല്ലാം വാങ്ങിയിട്ട് എല്ലാവരും സ്റ്റിച്ചാക്കലാണ്. ഡിസൈൻ ആക്കിയിട്ടല്ലാണ്ട് മറ്റിച്ചാൽ ആർക്കും കിട്ടലില്ല. റെഡി ഡ്രസ്സ് വിചാരിച്ച കളറിൽ വിചാരിച്ച മോഡലൊന്നും കിട്ടായിരിക്കുമ്പോൾ ഇതുപോലെ സ്റ്റിച്ചാക്കിയിട്ട് എല്ലാവരും ഇപ്പോൾ എടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ചാക്കുന്നതാണിത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവായിട്ടൊന്നുമല്ല, ഞാനിങ്ങനെ അതേ പുറത്തുനിന്ന് സെയിം ഫ്രോക്ക് വെച്ചിട്ട് അതുപോലെ തന്നെ സ്റ്റിച്ചാക്കാൻ പറ്റും, അതുപോലെ തന്നെ കട്ടാക്കി എടുക്കുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് സാധാരണ മെഷീനാണുള്ളത്. അപ്പോൾ മറ്റേ ഓവർലോക്കിൻ്റെ മെഷീൻ അങ്ങനത്തെ മെഷീനെല്ലാം ഉള്ളാക്കെല്ലാം നല്ലത്. ലോക്കലിലിട്ടിട്ട് ഡിസൈൻ ആക്കിയെങ്കിൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ചെയ്യാൻ പറ്റുന്ന ആളിൽ ഇതുപോലെ ചെയ്യട്ടോ. യൂട്യൂബിൽ നോക്കി എങ്ങനെ സ്റ്റിച്ചാക്കാന്നെല്ലാം എല്ലാവർക്കും പെട്ടെന്ന് അറിയും. അപ്പോൾ കണ്ടില്ലേ, ഇത് ഇങ്ങനെയാണ് ഞാൻ കട്ടാക്കിയിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗം കട്ടാക്കിയിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗമാണ് ഇത് കട്ടാക്കുന്നുള്ളത്. ഫ്രോക്കിൻ്റെ താഴത്തെ ഭാഗമാണ് ഇത് കട്ടാക്കി എടുക്കുന്നുള്ളത്. ഞെറി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നെറ്റും കൂടി വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ചാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതുള്ളത്. ഇത് 2 സൈഡും വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നെറ്റ് വെച്ചിട്ട് ഞെറി വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ചാക്കുന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഈസിയാണ് കേട്ടോ. ഒരു മണിക്കൂർ തേച്ചും വേണ്ട ഇത് സ്റ്റിച്ചാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതാര് വാങ്ങാനും. പക്ഷേ 1-2 ഉണ്ടെങ്കിൽ ഒന്നും ആരും വാങ്ങൂല കേട്ടോ. കുറേ ഇങ്ങനെ സ്റ്റിച്ചാക്കിയിട്ടല്ല വെച്ചെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റിച്ചാക്കിയിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ലേസും കാര്യങ്ങളും ഇതിലുണ്ടായിരുന്നു. ഞാൻ ലേസും കാര്യങ്ങളൊന്നും വെച്ചിട്ട് ചെറിയൊരു ഫ്ലവർ മാത്രം വെച്ചിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ലേസെല്ലാം വാങ്ങിയെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇലാസ്റ്റിക് ലേസ് ഞെറിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മാക്സിമം നിങ്ങളെ കൊണ്ട് എങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ നെക്ക് കട്ടാക്കുന്ന കേട്ടോ ഞാനുള്ളത്. ചെറിയ കുഞ്ഞി ഫ്രോക്കല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞൊരു നെക്കും കൂടി കട്ടാക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഫ്രോക്ക് കാണാൻ. അവർ തന്ന ഫ്രോക്ക് തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിക്ക് ഇട്ടിട്ടാകുമ്പോൾ അതിനേക്കാളും ഭംഗിയുണ്ടാകും. പിന്നെ അവർക്കൊരു കല്യാണത്തിൻ്റെ ഒരു വേണ്ടിയിട്ടാണ് ഈ ഫ്രോക്ക് സ്റ്റിച്ചാക്കുന്നത് തന്നെ. അപ്പം എല്ലാവർക്കും ഒരുപോലെ സെയിം കളറ് റെഡ് കളർ ഡ്രസ്സാണ് എല്ലാവരും, മെറൂൺ കളർ ഡ്രസ്സാണ് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ചെറിയ കുഞ്ഞിക്ക് 4 months ബേബിയാണ് അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റിച്ചാക്കുന്നുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും യൂട്യൂബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് സ്റ്റിച്ചാക്കണം താല്പര്യമുണ്ടെങ്കിൽ സ്റ്റിച്ചാക്കിയിട്ട് കൊടുക്കുക. കാരണം നമുക്കിത് ചിലവില്ലാത്ത വീഡിയോയാണ്. ചിലവില്ലാത്തൊരു പണിയാണ് ഞാൻ വിചാരിക്കുന്നുള്ളത്. പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ സിസ്റ്ററും ഇതുപോലെ സ്റ്റിച്ചാക്കിയിട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റിച്ചാക്കിയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. ചുരിദാർ, ബ്ലൗസ്, ഫ്രോക്ക്, യൂണിഫോം അങ്ങനെ എന്ത് വേണമെങ്കിലും സ്റ്റിച്ചാക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ സ്റ്റിച്ചാക്കി തരാം. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി, സ്റ്റിച്ചാക്കിയിട്ട് തരുന്നതായിരിക്കും. ഞാൻ സ്റ്റിച്ചാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നെറ്റ് വെച്ചിട്ട് ഞെറിയിട്ട് കൊടുക്കുന്നതാണിത്. ഞെറിയെല്ലാം ചെറിയ കുഞ്ഞു ഞെറിയാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഈ കുഞ്ഞു ഫ്രോക്ക് സ്റ്റിച്ചാക്കാനൊരു ഭംഗിയാവും, പ്രത്യേക തരം ഭംഗി എന്ന് പറയുന്നില്ലേ, ഇതാണ് കേട്ടോ ഇതിനുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആക്കി നോക്കി എങ്ങനെ ഈസി ആയിട്ട് സ്റ്റിച്ചിങ് പഠിക്കാമെന്നല്ല യൂട്യൂബിൽ നോക്കിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും.
ഞാനതുപോലെ യൂട്യൂബിൽ നോക്കിയിട്ട് സ്റ്റിച്ചാക്കിയതാണ്. എനിക്ക് വേണ്ടിയിട്ടുള്ള ചുരിദാറിൽ ഞാൻ തന്നെയാണ് സ്റ്റിച്ചാക്കൽ, പുറത്തൊന്നും കൊടുക്കലില്ല. പുറത്തെല്ലാം 450 550 അങ്ങനെയെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കൊടുത്തിട്ടുണ്ടായില്ല പുറത്ത് സ്റ്റിച്ചാക്കാൻ. അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെയാണ് നല്ലത്. കാരണം ഫസ്റ്റ് ശരിയാവില്ലായിരിക്കും, 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി ശരിയാവും. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഇതാ ഫ്രോക്കിൻ്റെ ഏകദേശം പണി കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്കിതിലേക്ക് ഫ്ലവർ വെക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഞെറി വെച്ചിട്ടായിട്ട് ജോയിൻ്റ് ആക്കി കൊടുത്തിട്ട് ഞാൻ. അപ്പോൾ അളവൊന്നുമില്ലാതെ ടാപ്പിൽ അളവെടുക്കാണ്ട്, നമ്മൾ അളവിൻ്റെ ടാപ്പില്ല അതിൽ അളവെടുക്കാണ്ടാണ് ഞാൻ സ്റ്റിച്ചാക്കുന്നുള്ളത്. ടാപ്പ് മീൻസ് നമ്മൾ തയ്യലിൻ്റെ ടാപ്പ് എന്നറിയില്ല, അത് ഞങ്ങൾ ടാപ്പ് എന്നാണ് അതിനെ പറയൽ, അളവിൻ്റെ. അതിവിടെ വെക്കാണ്ടാണ് കട്ടാക്കിയിട്ട് ജസ്റ്റ് ഡ്രസ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നുള്ളത്. അപ്പോൾ അതുപോലെ ആയിരിക്കും അങ്ങ് താല്പര്യമുണ്ടെങ്കിൽ ഡ്രസ്സ് സ്റ്റിച്ചാക്കി തരണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചാക്കി തരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാം കേട്ടോ. ഞാൻ 2-3 മാസമായി വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലായിട്ട് ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ആയെങ്കിലും ഡേ ഇൻ മൈ ലൈഫ്, ഡെയിലി വ്ളോഗ്സ്, അങ്ങനെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതും കൂടി നിങ്ങൾ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അവരവർക്ക് സ്റ്റിച്ചാക്കുന്ന തന്നെ എത്രയോ പേരുണ്ട്. പക്ഷേ ഇതുപോലെ കൊടുത്തെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് അത്യാവശ്യം നമുക്ക് ചിലവിനുള്ള പൈസ എല്ലാം കിട്ടും. ഡെയിലി 500 രൂപ ഒരു ചുരിദാർ സ്റ്റിച്ചാക്കി കിട്ടിയെങ്കിൽ ഒരു 450 500 വാങ്ങുന്നുണ്ട്. ഷോപ്പിലൊക്കെ എത്ര വാങ്ങുന്നുണ്ട്. അപ്പം അത് ഒരു 500 രൂപ 2 മണിക്കൂർ കൊണ്ട് ഒരു ചുരിദാറിൽ സ്റ്റിച്ചാക്കിയിട്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇതാ എൻ്റെ ഫൈനൽ ഫ്രോക്കിൻ്റെ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുഞ്ഞ് ഫ്രോക്കാണ്, അടിപൊളിയാണ്. ഇതിലേക്ക് ഒരു കുഞ്ഞ് ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ താഴെ ലോക്കെല്ലാം ഇടാനുണ്ട്, ഓവർ ലോക്കെല്ലാം ചെയ്യാനുണ്ട്. അടിപൊളിയല്ലേ എൻ്റെ ഫ്രോക്ക്? എങ്ങനെയുണ്ട് എൻ്റെ കുഞ്ഞ് ഫ്രോക്ക്? അപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ഫ്ലവർ വെച്ചിട്ട് ഇതിലേക്ക് കൊടുക്കുന്നുള്ളത്. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കാണുമ്പോൾ തന്നെ കൊങ്കാട്ടം എന്ന് പറയുന്നില്ലേ, നമ്മൾ കാസർഗോഡ് പറയും കാണുമ്പോൾ തന്നെ കൊങ്കാട്ടാന്ന് പറയുന്നില്ല, അതുപോലെയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഫ്രോക്ക്. അപ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ. എൻ്റെ ബാക്കിയുള്ള ഫുള്ള് വീഡിയോസ് നിങ്ങൾ കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കുഞ്ഞ് ഫ്രോക്കിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി സ്റ്റിച്ചാക്കാൻ അറിയുന്നില്ലാത്ത ആരും ഇനി പേടിക്കണ്ട. സ്റ്റിച്ചാക്കാൻ അറിയാത്തയും പഠിക്കാത്ത എല്ലാവർക്കും യൂട്യൂബിൽ വീഡിയോ നോക്കിയിട്ട് എല്ലാവർക്കും സ്റ്റിച്ചാക്കാം. അപ്പോൾ അവരവർക്ക് വേണ്ടത് അവരൊരു മക്കൾക്ക് വേണ്ടിയിട്ട് യൂണിഫോം ആയെങ്കിലും ഫ്രോക്ക് ആയെങ്കിലും എന്തായിരിക്കും അവരവർക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.